പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 6:15, ഒരു 6:30 ആയിട്ടുള്ളൂ കേട്ടോ. നേരം വെളുത്ത് വരുന്നുള്ളൂ. അന്തരീക്ഷം കണ്ടാലറിയാലോ, നേരം വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ മിറ്റടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലാബിലേക്കൊന്ന് പോകണം. തൈറോയ്ഡ് ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറേ ദിവസമായി ടെസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് എന്തോ ഒരു വയ്യായിക പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ തൈറോയ്ഡൊക്കെ ഒന്ന് നോർമലായി വന്നതായിരുന്നു കേട്ടോ. മറ്റേ കുറച്ച് ദിവസം ഞാൻ ഗുളിക കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇപ്പോൾ വീണ്ടും വയ്യാതെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വേഗം പണികൾ കഴിക്കട്ടെ. അപ്പം വന്നു കഴിഞ്ഞാൽ ഒരു ഇളം വെയിലാവുമല്ലോ, അപ്പോൾ മിറ്റടിക്കാൻ പറ്റില്ല വെയിലത്ത്. അപ്പോൾ വേഗം മിറ്റടിച്ചിട്ടു. പിന്നെ ചായ ഉണ്ടാക്കി വെച്ചു. വേറെ കടിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പത്തിന് ഞാൻ 7 മണിയുടെ ബസ്സിൽ തന്നെ പോയി. വേഗം വന്നിട്ട് സ്കൂളില്ലല്ലോ, മദ്രസ മാത്രമേ ഉള്ളൂ. 9:15 മദ്രസയിലേക്ക് പോകണ്ട. അപ്പത്തിന് വേഗം വന്നിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ദോശയ്ക്കാണെങ്കിൽ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും ചട്നി ഉണ്ടാക്കാൻ എളുപ്പമല്ലേ, വേഗം വന്നിട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് വേഗം മിറ്റടിക്കൽ കഴിഞ്ഞിട്ട് ചായയും തിളപ്പിച്ച് വെച്ചിട്ട് പോയി. ഇവരിനി എങ്ങാനും എണീക്കുകയെന്നുണ്ടെങ്കിൽ ചായ എടുത്ത് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചായ തിളപ്പിച്ച് വെച്ച് പോയിട്ടാ. ഇവരോടൊന്നും പറഞ്ഞില്ല, കുഞ്ഞിനോട് ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ നല്ല ഉറക്കമായിരുന്നു ഞാൻ പോകുമ്പോൾ. പിന്നെ ഇവരുടെ കയ്യിലൊരു ചെറിയ ഫോണുണ്ട്, അപ്പോൾ എന്നെ കാണാണ്ടായി എനിക്ക് വിളിക്കും. അപ്പോൾ ഒരു ഉറക്കം, ഞാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എണീച്ചിട്ട് കൂടി ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി അങ്ങനെ പോയിട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ ഇവർ പിന്നെ അവിടെ എല്ലാവരും കൂടിയിട്ട് ഇരിക്കും, ഉറങ്ങില്ല. അപ്പോൾ ഉറങ്ങണത്തോളം ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാനും നിന്നില്ല. ഞാൻ വേഗം പോയി. ഒന്നും കഴിക്കാണ്ട് വേണമല്ലോ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ പോയി വന്ന് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ബസ് കാത്തിട്ട് നിൽക്കുമ്പോൾ അവിടെ വെച്ചിട്ട് മാമാനെ കണ്ടു കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ മാമാനെ കണ്ടു. അപ്പോൾ മാമായുടെ ബൈക്കിൽ 8 മണിയാകുമ്പോഴേക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. മാമായുടെ ബൈക്കിൽ പോന്നു. അപ്പോൾ വന്നിട്ട് എന്താ പറയുക, ദോശ ഉണ്ടാക്കുക. അപ്പോൾ അവരൊക്കെ എണിച്ചിട്ട് അവിടെ കിടക്കണ്ടായിരുന്നു. ആരും പല്ല് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ എണിച്ചിട്ട് ഒരു കിടക്കയിൽ എല്ലാവരും കൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. ഓരോരുത്തർ പോയി പല്ല് തേച്ചു. മദ്രസ ഉണ്ടല്ലോ, അപ്പോൾ ദോശയും ചട്നിയാണ് ഇട്ടത്. ഇവർക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ മറ്റേ ചമ്മന്തിയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ലെന്ന്. അല്ലെങ്കിൽ ഞാൻ മസാല ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്ന് നേരമില്ലാത്തതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. നാളികേരം ചെറിയപ്പോൾ നാളികേരം ചിരട്ടുള്ള ഉള്ളിന്ന് അങ്ങനെ വീണ്ടും ഇങ്ങോട്ട് പോന്നു. അപ്പോൾ പിന്നെ അത് അരിഞ്ഞിട്ട് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് പിന്നെ അരയ്ക്കാമല്ലോ വിചാരിച്ചിട്ട് അത് അരിയുക കേട്ടോ. അപ്പോൾ വയ്യാണ്ടായി, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാതായി. മേലൊക്കെ ഭയങ്കര വേദന, കടച്ചിൽ പൊരിച്ചിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റാറായിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അത് 2 ദിവസം മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുറയും കേട്ടോ. ഗുളിക കഴിക്കാൻ മടിച്ചിട്ടാണ് ഇങ്ങനെ തൈറോയിഡിൻ്റെ ഗുളിക ഞാൻ നിർത്തിയതേ. അപ്പോൾ അതുകൊണ്ട് പണി കിട്ടിയതപ്പോൾ വീണ്ടും അങ്ങനെ ദോശ ഉണ്ടാക്കലിങ്ങനെ നടക്കുന്നുണ്ട്. ദോശ ഞാൻ കുറച്ചായിട്ട് ഉണ്ടാക്കിയുള്ളൂ, ഇവർക്ക് മാത്രം. പിന്നെ ഇഷമോൾക്ക് അപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അപ്പം വേണ്ട. ഞാൻ വന്ന വശം ചായ കുടിച്ച കാരണം എനിക്ക് വേണ്ട. ഞാനപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വശം കഴിക്കുകയാണെങ്കിൽ അത് രസമല്ലേ. അപ്പം ഞാനും അവിടെ വെച്ചു, അവർക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് 2-3 എണ്ണം ഉണ്ടാക്കിയിട്ട് ഞങ്ങളും കഴിച്ചു കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. അടുക്കളയിലത്തെ പണികൾ കഴിഞ്ഞു. നമുക്ക് ഇന്നും കറി വയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇന്നും നമ്മുടെ മോര് കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനിയും കറി വെച്ച് കഴിഞ്ഞാൽ ആ കറിയൊക്കെ കൊണ്ടുപോയി കളയേണ്ടി വരും. അത് കാരണം ഞാൻ ഇന്ന് കറിയൊന്നും വെച്ചിട്ടില്ല. മോര് കറി ഒരു കേടും പറ്റിയിട്ടില്ല, അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. നമ്മൾ വൈകുന്നേരത്ത് രാവിലെയൊക്കെ ചൂടാക്കും, അത് കാരണം ഒന്നും നാശമായിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാ വീണ്ടും കറി വയ്ക്കുന്നത്. അപ്പോൾ കറിയൊന്നും വെക്കണ്ട, ചോറ് മാത്രമേ വെക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഒരുപാട് തിരുമ്പാണ്ട് കിട്ടുന്നു, കുറേ അലക്കാണ്ടേക്ക്. അതൊക്കെ വാരി കൂട്ടിയപ്പോഴേക്ക് കൊണ്ടുപോയിട്ട് കത്തിക്കാനാണ് തോന്നിയത്. എന്തോരാ തിരുമ്പാണ്ടായിരുന്നു വെച്ചിട്ടാ. അപ്പോൾ അതല്ലേ ഏറ്റവും വലിയ പണി. ഇന്നാണെങ്കിൽ വെയിലായി തിരുമ്പണോടത്തേൽ. രാവിലെ പോയ കാരണം എല്ലാം തെറ്റി, പണികളൊക്കെ തെറ്റി ഓർഡറുകളൊക്കെ തെറ്റിയ കാരണം വെയിലത്ത് നിന്നിട്ടൊന്ന് തിരുമ്പേണ്ടി വന്നു. ഉച്ചയായി തിരുമ്പും, 11 മണിയൊക്കെ ആയി തിരുമ്പുമ്പോൾ. കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒരു മദ്രസ പോയപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കാരണം റെസ്റ്റ് എടുത്തു കുറച്ച് നേരം, വയ്യാത്തത് കൊണ്ട്.
അല്ലെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഇരിക്കാറുള്ളൂ. അപ്പോൾ ഇവർക്ക് മദ്രസയിൽ പോകേണ്ട സമയമൊന്നും ഓർമ്മ ഉണ്ടായില്ല. 9:15 വണ്ടി വരണതാ. പക്ഷെ അത് പെട്ടെന്ന് മറന്നുപോയി. എന്നിട്ട് ബസ് പോയി. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് സൈക്കിളുമ്പോൾ പോയിട്ട്, സൈക്കിളിൽ ബാക്കിൽ സീറ്റില്ലാത്ത സൈക്കിളാണ്. എന്നിട്ടും എങ്ങനെയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയി. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് മദ്രസയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞ് വന്ന് കിണുങ്ങുന്നുണ്ട്. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് കിണുങ്ങണം. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവർ വേഗം മദ്രസയിലേക്ക് പോയിട്ടാ. ബസ്സിൻ്റെ പിന്നാലെ തന്നെ പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവരും പോയി. നമ്മൾ എന്നിട്ട് ഇനി ഒരുപാട് തിരുമാണ്ട് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ അടുക്കള ഒന്ന് തുടച്ചിട്ട്, അടുപ്പന്താറ ഒന്ന് തുടച്ചിട്ടിട്ട് സോപ്പും പൊടിയിലൊക്കെ മുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പന്താറ ഒന്ന് തുടച്ചിടുക കേട്ടോ. ഇത് കൈയോടെ തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ മടിയാ. അത് കാരണം അത് പെട്ടെന്ന് ചീപ്പുണ്ടാകും. നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അവർ മദ്രസയിലേക്ക് പോകുമ്പോൾ എല്ലാം വലിച്ച് വാരിയിട്ട് തുണികളും, പിന്നെ ഇന്നലെ നമ്മൾ തുണികൾ മടക്കിയിട്ടുമില്ല കേട്ടോ. അന്നേരം കൊണ്ടുവന്നിട്ടിട്ട് അത് ആ കൊട്ടയം എടുത്ത് വെച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി മാമാടെ വീട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ആ വള്ളി എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിടയ്ക്ക് ഉറക്കത്തു നിന്ന് എണീച്ച് നടക്കും. അപ്പോൾ അവൻ എന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ചില ദിവസം കാണാൻ കാലൊക്കെ കെട്ടിയിട്ട് കിടക്കണത്, ഞാൻ എണീച്ച് നടന്നാലോ പറഞ്ഞിട്ട്. അപ്പോൾ കിടക്കയുടെ വിരിയൊക്കെ വിരിച്ചിട്ട് ഇനി കുറച്ച് തുണി, ഇന്നലത്തെ തുണികൾ മടക്കാണ്ട് അതും കൂടി മടക്കി വെച്ച്. ഇപ്പോൾ കിടക്കൊക്കെ മടക്കണത് 10 മണിയായിട്ടോ. അത് ഒക്കെ നേരെ വൈകിന്ന്. 10 മണിക്ക് അവർ പോയതിന് ശേഷം ഞാൻ കിടക്കൊക്കെ മടക്കണതും തുണികൾ എടുത്ത് വയ്ക്കുന്നതൊക്കെ. അങ്ങനെ അതൊക്കെ മടക്കി വെച്ച്. അപ്പോൾ ഇഷമോൾ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. പുറത്ത് നിന്നിട്ട് ഭയങ്കര കളിയാണ്. ഷാളുകൊണ്ട് സാരി കൊടുത്തിട്ട് അവളവിടെ കളിക്കുന്നുണ്ട്. തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിടക്കൊക്കെ വിരിച്ചിട്ട് കണ്ടപ്പോൾ എനിക്ക് അവിടെ കിടക്കാനാണ് തോന്നിയത് സത്യം പറഞ്ഞാൽ. പിന്നെ കിടന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ വേഗം അത് ചെയ്ത് കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞാൽ നമുക്കൊരു ഭാഗത്തിരിക്കാമല്ലോ. അങ്ങനെ തുണികളൊക്കെ മടക്കി ഒതുക്കി കൊണ്ടുവച്ചു. പിന്നെ ഞാനും മിഷമോളും കിടക്കണ കിടക്കൊക്കെ ഒന്ന് മടക്കി അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊണ്ട് ആ തുണികൾ ഇനിയും ഉണ്ട് കേട്ടോ. ഇനിയും ആ മെഷീൻ്റെ മുകളിൽ കുറേ ഇരിക്കുന്നുണ്ട്, തയ്യൽ മെഷീൻ്റെ മുകളിൽ. അവൻ എന്നിട്ട് സ്കൂളിൽ അവനൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുപോയ ഇതൊക്കെ ബാഗിലാക്കി വെച്ചിരിക്കായിരുന്നു. അതൊക്കെ എടുത്ത് എല്ലാം വാരി പിടിച്ചിട്ട് ഞാൻ അലക്കല്ലിൻ്റെ ഒടിക്ക് പോയിക്കാണ്. അത് മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ തിരുമ്പാൻ സുഖമാണ്. യൂണിഫോമുകളിലാണ് ചെളി. ആച്ചൂട്ടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താ കറി എന്ന് ചോദിക്കേണ്ട, അതൊക്കെ ഷർട്ടിലുണ്ടാവും. അത് കാരണം അത് മഞ്ഞ കളറായിട്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ ഉരച്ചുണ്ടാക്കാനാണ് പാട്. അതൊക്കെ മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെളിയൊക്കെ വേഗം ഇളകൂട്ട. ഒരു ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. സോപ്പും പൊടിയല്ല കേട്ടോ. ഇവിടെ ഒരാൾ കൊണ്ടുവന്നേരുന്നതാണ്. ഒരു എന്താ പറയുക, ലിക്വിഡ് പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നേരുന്നുണ്ട്. അത് ഒഴിച്ചിട്ട് മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെളുക്കൂട്ട. തുണികളൊക്കെ നല്ല കളർ വയ്ക്കും. കുറേ നേരം നിന്ന് ഉരയ്ക്കൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. പാത്രം കഴുകി വെച്ചിട്ട് തിരുമാൻ നിൽക്കാൻ വിചാരിച്ചിട്ട് പാത്രം കുറച്ച് നേരമായി അവിടെ കൊടുന്നിട്ടിട്ടേ. അതൊക്കെ ഇനി ഉണങ്ങി കഴിഞ്ഞ് കഴുകാൻ പാടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരുമാൻ നിന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ തിരുമ്പാൻ നല്ല മടിയായിരുന്നു. കുറേ കണ്ടപ്പോൾ ദേഷ്യം വരികയായിരുന്നു തിരുമാൻ വേണ്ടിയിട്ട്. അതൊക്കെ അലക്കി ഞാൻ തന്നെ ചെയ്യണ്ടേ, എത്ര മടി പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ തന്നെ അവർ മദ്രസ വിട്ട് വന്നു. 11 മണിയാകുമ്പോൾ മദ്രസ വിട്ട് വരും. മദ്രസ വിട്ട് വന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് തന്നെ അത് തിരുമ്പാൻ തരിക കേട്ടോ. അത് ഊരി അപ്പം തന്നെ തിരുമ്പാനൊക്കെ. ആച്ചൂട്ടൻ തന്നില്ല. ആച്ചൂട്ടൻ അകത്ത് പോയി. ആച്ചൂട്ടൻ കുറച്ച് നേരം ആ ബാഗും തൊപ്പിയും വെച്ചിട്ട് ഇങ്ങനെ നടക്കും, എന്നിട്ടൊക്കെ ഊരിയിടുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ കണ്ടോരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. ഒരുപാട് വ്യൂസ് കണ്ടിട്ട് വ്യൂസൊക്കെ കയറുന്നുണ്ട്, നമ്മുടെ വീഡിയോയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട്. അപ്പോൾ ഇനി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. 3 ഓപ്ഷൻ കാണുമ്പോൾ അതിൽ ഓൾ സെലക്ട് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ സോഡ മേടിച്ചിട്ട് വന്നു. ഇവർക്ക് വെയിലത്ത് വന്നിട്ട് സോഡ വേണം പറഞ്ഞിട്ട് സോഡയും നാരങ്ങയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അവരിന്ന് കലക്കുക കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി തിരുമ്പി വന്നിട്ട് ക്ഷീണിച്ചിട്ട് നിൽക്കല്ലേ, ഞാൻ സോഡ കലക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നാരങ്ങ സർവത്തുണ്ടല്ലോ അതൊക്കെ കലക്കി തന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതിലേക്കും എല്ലാവർക്കും ബൈ.